എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്സ് ആയിട്ടും ഡിന്നറിനും ഒക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 2 ബ്രെഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മുതൽ 3 ബ്രെഡ് വരെയൊക്കെ നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു ബ്രെഡ് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ആദ്യം ഇതുപോലെ. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു വലുപ്പത്തിന് നമ്മൾ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ഉപ്പില്ലാത്ത ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ആ ഒരു ബ്രെഡും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് ആ ഒരു ബ്രെഡ് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഓരോ മുട്ടയും നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൂറ്റാം. 4 മുട്ടയും പൊട്ടിച്ചൂറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ മുട്ട നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കുക. മുട്ട നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. പാൽ ഒരുപാട് കൂടി പോകരുത്. 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു പാലും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള ഇതുപോലെ തീരെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകാണ് കേട്ടോ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരുപാട് വഴഞ്ഞു പോകരുത് കേട്ടോ. ജസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് വാടി വന്നാൽ മതി. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതിയോളം ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാപ്സിക്കം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയുടെ ആ ഒരു വെള്ളവും കുരുവും എല്ലാം കളഞ്ഞതിന് ശേഷം കട്ടിയുള്ളൊരു ഭാഗം മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു വെള്ളവും കുരു ഉൾപ്പെടുത്തരുത്. അതില്ലാതെ വേണം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ക്യാപ്സിക്കം ആണെങ്കിലും തക്കാളി ആണെങ്കിലും നമുക്ക് കുക്കായി കിട്ടണം. എന്നാൽ ഓവറായിട്ട് അങ്ങ് വഴഞ്ഞു പോകരുത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മൊരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് ഇല്ലേ, ആ ഒരു ബ്രെഡാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ബ്രെഡും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ബ്രെഡും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വട്ടം റൗണ്ടുള്ളൊരു പാത്രം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഓയിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിരുന്നു. ഇതിട്ട് കൊടുക്കുന്ന ഒരു പാത്രത്തിൽ കേട്ടോ. ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് നിരത്തിയൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും പാലിലേക്ക് ഒരു മിക്സില്ലേ, അത് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. കുറച്ച് സമയം അങ്ങനെ ഒന്ന് കുക്ക് ചെയ്ത് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആവി കയറി വരുന്നില്ലേ, ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത് അടിയിൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയൊരു പാൻ ഇതുപോലെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പാനിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ ഒരു പാത്രം ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇനി നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുട്ടയൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതൊട്ടും തന്നെ അടിയിലൊന്നും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് ആ ഒരു മുട്ട നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കാം. കുറച്ച് സമയം എടുക്കട്ടെ നമുക്ക് ഒരു മുട്ട നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ എനിക്കിവിടെ നന്നായിട്ട് ഈ ഒരു മുട്ട ഫുള്ളായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്നും കൂടി വേണമെങ്കിൽ മറിച്ചും വേണ്ടിയിട്ട് കൊടുത്തിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കാം.
ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കുന്ന സമയത്ത്. കുറച്ച് ചീസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു ചീസും കൂടി നമ്മളൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലോ, അതുകൊണ്ട് ചീസ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ ഇതാണല്ലോ ഇതുപോലെ നന്നായിട്ട് ഒരു ചീസ് ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊണ്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ല, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ചീസി ബ്രെഡ് ഓംലേറ്റ് ആണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ബ്രെഡ് ഓംലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.